ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾ കൃപയിലായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ 105 ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ ജീവിതത്തോട് കർത്താവ് ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കർത്താവിൻ്റെ വലിയ കരുണയും സ്നേഹത്തെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. മക്കളുടെ വളർച്ചയാണ്, മക്കളുടെ അനുഗ്രഹമാണ് മാതാപിതാക്കളായി നമ്മൾ ഓരോരുത്തരും കാക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും. മക്കളെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. ഈ ഓരോ അധ്വാനങ്ങളും മക്കളെക്കുറിച്ച് തന്നെയാണ്. ഊണിലും ഉറക്കത്തിലും എല്ലാം പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർ സംസാരിക്കുമ്പോഴും എല്ലാം ഓർമ്മയിൽ വരുന്നത് മക്കളെക്കുറിച്ച് തന്നെയാവാം. എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കുവാൻ ഈ ശുശ്രൂഷയിൽ ഉടനീളം ഈ ഒരു വർഷക്കാലം നമ്മൾ നടത്തുന്ന ഈ ശുശ്രൂഷയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കളുടെ മാറ്റങ്ങൾ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ, കുറവുകൾ എന്തു തന്നെയായാലും വിളിച്ചറിയിക്കുക. താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചറിയിക്കുവാനോ വാട്സപ്പ് മെസ്സേജ് ആയിട്ടോ, ഇല്ലെങ്കിൽ മക്കളുടെ പേരുകൾ ഈ വീഡിയോയുടെ താഴെ, പ്രാർത്ഥനയുടെ താഴെ കമൻ്റായിട്ടോ രേഖപ്പെടുത്തുവാനായിട്ട് പരിശ്രമിക്കുക. നമുക്കൊരു മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്, സിസ്റ്റേഴ്സ് നിത്യാരാധനയുണ്ട്, അതിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ 105-ാം ദിനം പ്രഭാതത്തിൽ മക്കളുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം, യെശയ്യാ 56:7. പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിൻ്റെ പ്രസക്തി നമുക്കറിയാം. കൂദാശകളാൽ ആത്മീയ ജീവിതം പരിപോഷിക്കപ്പെടുന്നത് ഒരു ദേവാലയം നമുക്കറിയാം. നമ്മുടെ ഇടവക ദേവാലയമുണ്ട്, തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്, നമുക്കൊക്കെ ഇഷ്ടമുള്ള, ഇടയ്ക്ക് പോയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദേവാലയമുണ്ട്. നമ്മുടെ മക്കളിലേക്കും ആ ഒരു ചൈതന്യം കടന്നു വരുവാൻ, പ്രത്യേകിച്ച് ദേവാലയത്തോടുള്ള ആ ഒരു ഭക്തി, യാത്ര ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ്, ജീവിതത്തിൽ ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ്, വിഷമസന്ധികളിൽ ഒക്കെ ദേവാലയത്തിൽ പോയിരിക്കുവാനും, ഇടവക ദേവാലയത്തിലും മറ്റ് സാധിക്കുന്ന ദേവാലയങ്ങളിൽ പോയിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച് സഹായം തേടുവാനും അങ്ങനെ അനുഗ്രഹം നേടുവാൻ നമുക്ക് മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യെശയ്യാ 56:7 എന്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ ദേവാലയത്തെ ബഹുമാനിക്കട്ടെ. ദേവാലയത്തോടും ദൈവ ശുശ്രൂഷയോടും കൂദാശകളോടുമുള്ള ബന്ധം ഞങ്ങളുടെ മക്കളെ വളരുകയും അങ്ങനെ ഓരോ ദേവാലയ സന്ദർശനത്തിലും അങ്ങയെ മുഖം ദർശിച്ചുകൊണ്ട് അങ്ങയെ ആരാധിക്കുവാനും സ്വർഗത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് അങ്ങയിൽ ആശ്രയിച്ച് അവരുടെ എല്ലാ വിഷമങ്ങളെയും കർത്താവെ ഞങ്ങളുടെ സന്നിധിയിൽ ഇറക്കി വെച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയാകട്ടെ. ആമേൻ. യേശുവിൻ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.